ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവ് വാക്ക്വേ ആണ്. ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനും ആയ APJ അബ്ദുൽ കലാം സാറിൻ്റെ പേരിലുള്ള 2015 ഗവർണർ P സദാശിവം സാർ നാമകരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ച അബ്ദുൽ കലാം മാർഗ് എന്ന വാക്ക്വേയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇവിടുത്തെ ഇന്നത്തെ കുറച്ച് കാഴ്ചകളാണ് നാസ് ബ്ലോഗ്സിൻ്റെ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഏവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. കായലിനോട് അഭിമുഖമായി നിർമ്മിച്ച മനോഹരമായ ഈ പ്രദേശം കൊച്ചിക്ക് അകത്തും പുറത്തുമുള്ള ആളുകളുടെ പ്രധാന ഹാങ് ഔട്ട് സ്ഥലമാണ്. കൊച്ചിയിൽ കാഴ്ചകൾ കാണാൻ പോകുന്നവർ ഒരിക്കലും മറൈൻ ഡ്രൈവ് സന്ദർശിക്കാതെ ടൗൺ വിടാറില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് വാക്ക്വേ. മറൈൻ ഡ്രൈവ് വാക്ക്വേയുടെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്ററിൽ അധികമാണ്. ഈ നിൽക്കുന്ന ബോൾഗാട്ടി പാലത്തിന് സമീപം നിന്ന് ആരംഭിച്ച് സുഭാഷ് പാർക്കിന് സമീപം ജെട്ടിയിൽ അവസാനിക്കുന്ന ഈ വാക്ക്വേയുടെ ആകെ ദൂരം 3 കിലോമീറ്ററിൽ അധികം എന്നാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്ന പ്രദേശങ്ങളെ മറൈൻ ഡ്രൈവിനെ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരത്തിന് വരുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ഇപ്പോഴും എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ് അതോറിറ്റി. ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷന് സമീപമാണ്. ഹൈക്കോർട്ട് വാട്ടർ മെട്രോയ്ക്ക് സമീപം തന്നെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അസ്തമയ സൂര്യൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ എക്സസൈസിനും മറ്റും കാര്യങ്ങൾക്കുമായിട്ട് വന്നു പോകുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ CMRI ബിൽഡിങ്ങിന് സമീപം മുൻവശത്താണ് കലാം സാറിൻ്റെ പേരിലുള്ള ഈ വാക്ക്വേ സ്ഥിതി ചെയ്യുന്നത്. കെട്ടുവെള്ളം എന്ന് അറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിൽ മുൻകാലങ്ങളിൽ കൊറോണയ്ക്ക് മുൻപ് വരെ ഐസ്ക്രീം പാർലറും ടീ ഷോപ്പുകളുമെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ബ്രിഡ്ജായിരുന്നത്. ഇന്നത് അടച്ചുപൂട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. ഈ പ്രദേശങ്ങളിൽ 2 അതിലധികമോ സ്തൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അതിൽ ബഹുമാനപ്പെട്ട കലാം സാറിൻ്റെ മോട്ടിവേഷൻ സ്പീച്ചുകൾ എഴുതി വച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നതിന് നേരെ എതിർവശത്താണ് ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത്. ബോൾഗാട്ടി പാലസിനോട് തൊട്ടടുത്ത് തന്നെയാണ് ലുലു ഗ്രൂപ്പിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് എന്ന ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്രൈവറ്റ് ബോട്ട് ജെട്ടിയുടെ കാഴ്ചകളിലോട്ട് കടക്കാം. ഈ പ്രൈവറ്റ് ബോട്ട് ജെട്ടിക്ക് സമീപം തന്നെയാണ് ഇപ്പോഴത്തെ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് തൊട്ടുപുറകിലായിട്ടാണ് വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട്
ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത്തരം വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നടന്ന് ക്ഷീണിച്ചെങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഷോപ്പ് കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സ്പെഷ്യൽ ജ്യൂസ് കൂടി കുടിച്ച് നമുക്ക് യാത്ര വീണ്ടും തുടരാം.